നിർമ്മാണം പൂർത്തീകരിക്കാത്ത വീട് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടാവസ്ഥയിൽ. ഇരട്ടയാർ നാങ്കുതൊട്ടി പുന്നക്കുഴിയിൽ ജോസിന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. പ്രളയകാലത്ത് വീട് തകർന്ന ജോസും കുടുംബവും സർക്കാരിൽ നിന്നും ലഭിച്ച ധനസഹായത്തോടെയാണ് പുതിയ വീട് നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് കയറി താമസിച്ചിട്ടില്ല. ഈ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. ഇരട്ടയാർ പഞ്ചായത്ത് 10-ാം വാർഡിൽ നാങ്കുതൊട്ടി വെള്ളയാങ്കുടി റോഡിന് താഴെ ഭാഗത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മുൻപ് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുവെങ്കിലും കഴിഞ്ഞ മഴയിലും വീടിന്റെ ഭിത്തിയിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞു വീണു. ഏറ്റെടുത്തിരിക്കുന്ന വഴിയാണ്. വീടിന്റെ ഭിത്തിയിൽ വീടിന് ഭീഷണിയായിട്ട് ഇങ്ങനെ മണ്ണിടിഞ്ഞു വീണ് കിടക്കുന്നു. പഞ്ചായത്തിലും വില്ലേജിലും അപേക്ഷ സമർപ്പിച്ചതാണ്. PWDക്കാരത് എനിക്ക് കെട്ടി എൻ്റെ വീട് സംരക്ഷിച്ച് തരേണ്ട അവരുടെ ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്. ഇതുവരെ ആരും ഒരു ചലനം ഉണ്ടായിട്ടില്ല. അപേക്ഷ കൊടുത്തത് മാത്രം ബാക്കി. ഞാനും ഭാര്യ മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാൻ എൻ്റെ ഒരു വയസ്സായവരാണ്, സുഖമില്ലാത്തവരാണ്. ആരെങ്കിലും സഹായിച്ചാൽ നല്ലത്. അപകടത്തിൽ കഴുത്തിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജോസും രോഗിയായ ഭാര്യയും അടങ്ങുന്നതാണ് കുടുംബം. ഗ്രാമപഞ്ചായത്ത് അധികൃതരും AEയും സ്ഥലം സന്ദർശിച്ചു. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് വീടിന് സംരക്ഷണമൊരുക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് BJP ഭാരവാഹികളും ആവശ്യപ്പെട്ടു. 2019 പ്രളയത്തിന് കിട്ടിയ വീടാണ് ഇദ്ദേഹത്തിന്റെ ഈ വീട് കാണുന്നത്. അത് 3,85,000 രൂപയിൽ 3 ലക്ഷം രൂപയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ 4 വർഷമായിട്ട് ബാക്കി തുക കൊടുക്കുവാനോ ആ വീട് പുനർനിർമ്മിച്ച് നൽകുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രളയ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ വീടിന്റെ സൈഡ് കംപ്ലീറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഈ പെരെ പൂർത്തീകരിച്ചു കൊടുക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.